പ്രിയപ്പെട്ടവരെ, 2 മാസക്കാലമായി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്താണ് അല്ലാഹു ശഅബാനിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, റമളാനിൽ നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, റമളാൻ മാസം വരെ പടച്ചവനെ നീ എന്നെ എത്തിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്ത് കാത്തിരുന്ന 2 മാസക്കാലമായി വീടും മനസ്സും ശരീരവും പരിസരവും ശുദ്ധമാക്കി പടച്ചവനെ റമളാനിനെ കാത്തിരുന്ന നമ്മുടെ മുന്നിലേക്ക് പടച്ചവനെ ഇന്ന് മഗ്രിബ് കഴിഞ്ഞപ്പോ ആ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിരിക്കുകയാണ്. വീട്ടിലേക്ക് അതിഥി കടന്നു വന്നിരിക്കുകയാണ്. 2 മാസക്കാലമായി വീടൊരുക്കി മനസ്സൊരുക്കി കാത്തിരുന്ന ആ പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാണ് സന്തോഷിക്കുന്നത്? ആരാണ് റമളാനിനെ സ്വീകരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാ. ആരൊക്കെയാണ് റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്നത്? ആരാണ് റമളാനിനെ സ്വീകരിക്കുന്നത്? അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. റമളാനാണെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ വിചാരിക്കുക നാളായാൽ മതിയായിരുന്നു അല്ലേ? റമളാൻ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ സംഘാടകരങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടാ. സംഘാടകർ വിചാരിക്കും പടച്ചവനെ വാഴ്ന്നു പൊഴിയില്ലോ എന്ന്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇപ്പോൾ നാളെ നോമ്പ് പിടിക്കണം, ഒരുങ്ങിയൊന്നുമില്ല, 2 മാസം കിട്ടിയിട്ട് ഒരുങ്ങാത്തവനാ ഇനി ഒരുങ്ങാൻ പോണേ. 2 മാസക്കാലം അല്ലാതൊന്നും ഒരുങ്ങിയില്ല. ഓൻ ഇപ്പോഴിങ്ങനെ ഓൻ ചിന്തിക്കുന്നത് പടച്ചവനെ നാളെ ആയാൽ മതിയായിരുന്നു. ഇതിപ്പോ നേരത്തെ വന്നു, ഇപ്പൊ നാളെ രാവിലെ ഇന്നിപ്പോ തറാവീഹ് നിസ്കരിക്കണം. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് പോലും ഇല്ല പടച്ചവനെ, തയ്യാറായിട്ടില്ല. ഇനി പോയി നിസ്കാര കുപ്പായൊക്കെ കഴുകണം ഇല്ലേ ആമിന? ഇനി പോയിട്ട് ഇതൊക്കെ കഴുകിയിട്ട് എപ്പോഴാ നിസ്കരിക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലും നിങ്ങൾ നോക്ക്, അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. ഇപ്പം അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. പെങ്ങളെ, തലമറച്ചിട്ടിരിക്കു പൊന്നുമോളെ, ഔറത്തുകളെ മറച്ചുകൊണ്ടിരിക്കു പൊന്നുമോളെ. അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാ അല്ലാഹ്? ഈ റമളാൻ കടന്നു വന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്നതാരാണ്? ഈ റമളാൻ കടന്നു വന്നതിന്റെ പേരിൽ ആരാണ് നന്ദി രേഖപ്പെടുത്തുന്നത്? ഈ റമളാൻ കടന്നു വന്നതിന്റെ പേരിൽ ആരാണ് ഇബാദത്ത് ചെയ്യുന്നത്? ആരാണ് റമളാനിനെ സ്വീകരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? തറാവീഹ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, നാളെ നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല, പിന്നെ ആരുടെ പ്രതിഫലമെന്നറിയുമോ? ഈ റമളാൻ മാസം കടന്നു വന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ റമളാൻ കടന്നു വന്നതിന്റെ പേരിൽ ശുക്ർ ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ. ആകാശത്തിന്റെ വിരിമാറിലിരുന്നു കൊണ്ട് പടച്ചറപ്പ് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാണ് സന്തോഷിക്കുന്നത്? ആരാണ് നന്ദി രേഖപ്പെടുത്തുന്നത്? അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ആ നോട്ടമെങ്ങാണം നമ്മളിലേക്ക് നോക്കിയാൽ, പടച്ചവനെ, ആ നോട്ടമെങ്ങാണം അല്ലാഹു നമ്മളിലേക്ക് നോക്കിയാൽ റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പടച്ച റബ്ബ് നോക്കുമ്പോ ആ നോട്ടം ആർക്കൊക്കെ ലഭിക്കുന്നുണ്ടോ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലം യുഅദ്ദിബുഹു അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു അവനെ ശിക്ഷിക്കില്ല, ഒരിക്കലും അല്ലാഹു അവന് അദാബ് കൊടുക്കൂല, ഒരിക്കലും പടച്ചവനെ നരകത്തിലിടൂല, ഒരിക്കലും അല്ലാഹു അവനെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അല്ലാഹു ഒരിക്കലും അവനെ വേദനിപ്പിക്കില്ല. ലം യുഅദ്ദിബുഹു അബദാ. പിന്നെ പടച്ചവനവനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊക്കെയാണ് റമളാനിനെ സ്വീകരിക്കുന്നത്, ആരൊക്കെയാണ് നന്ദി രേഖപ്പെടുത്തുന്നത് എന്ന് പടച്ചവൻ ആകാശത്ത് നിന്ന് നോക്കുമ്പോ ഈ നാട്ടുകാരായ ഞാനും നിങ്ങളും നമ്മൾ എവിടെയായിരിക്കുന്നത്? പള്ളിക്കകത്തല്ല, ടിവിയുടെ ഫ്രണ്ടിലല്ല, റോഡിലല്ല, പടച്ചവനെ വാഹനത്തിന്റെ അകത്തല്ല, പിന്നെ എവിടെയായിരിക്കുന്നത്? ഈ ദുനിയാവിലെ സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ പറഞ്ഞു തന്നത്, ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, ഈ ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. ആ രണ്ട് സ്വർഗത്തിൽ ഒരു സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ലേ. നമ്മളെക്കാളും ഭാഗ്യവാന്മാരാരാ? നമ്മളെക്കാളും ഭാഗ്യവാന്മാരാരാ? പെങ്ങളെ, നീ അടുക്കളയിൽ ഇരിക്കേണ്ട സമയമാണ്, ഭക്ഷണം തയ്യാറാക്കേണ്ട സമയമാണ്, ഉളുവെടുത്ത് നിസ്കരിക്കാൻ തയ്യാറാകേണ്ട സമയമാണ്. പക്ഷേ നിനക്കല്ല തന്ന ഭാഗ്യമെന്തെന്നറിയുമോ? അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സദസ്സിലാ നീ ഇരിക്കുന്നത്. ദുനിയാവിലെ സ്വർഗത്തിലാണുമ്മ. നിന്നെ അല്ലാഹു ശിക്ഷിക്കുമോ പെങ്ങളെ? ലം യുഅദ്ദിബുഹു അബദാ. നിന്നെ ഒരിക്കലും അല്ലാഹു ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. ആ നോട്ടം അല്ലാഹു ഈ മജ്ലിസിന് നൽകുമാറാകട്ടെ. ആ നോട്ടം കിട്ടിയവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നോട്ടം കിട്ടിയ പിന്നെ നിനക്ക് ഈ ലോകത്തൊന്നിനെയും പേടിക്കണ്ട. നിന്നെ അല്ലാഹു നരകത്തിലിടൂല. അല്ലാഹു നിന്നെ നരകത്തിലിടൂല. നിന്നെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ തിരുനോട്ടം കിട്ടിയവരെ നമ്മളെ പെടുത്തുമാറാകട്ടെ. അത് എന്നേ കിട്ടൂ? ഇപ്പോഴേ കിട്ടും. സമയം ഇപ്പം തീരും. അങ്ങോട്ട് കയറിയ കഴിഞ്ഞു, തറാവീഹ് തുടങ്ങിയ കഴിഞ്ഞു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സഹോദരിമാരോട് റമളാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഉസ്താദ്? നോമ്പ് പിടിക്കണം. ഇല്ലേ? റമളാൻ വന്നാൽ നോമ്പ് പിടിക്കണം, തറാവീഹ് നിസ്കരിക്കണം. ഇത്ര തന്നെ. എന്തല്ലേ? എൻ്റെ പൊന്നാരെ ചങ്ങാതിമാരെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗ്ഗം അലങ്കരിക്കുക. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗം ഇങ്ങനെ അലങ്കരിക്കുക. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നരകത്തിന്റെ വാതിലുകൾ മുഴുവനും പൂട്ടിക്കൊണ്ടിരിക്കുക മലക്കുകൾ. അള്ളാഹുവിന്റെ നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും മലക്കുകൾ അടയ്ക്കുന്നു. സ്വർഗത്തിന്റെ കവാടം തുറന്ന് സ്വർഗം അലങ്കരിക്കുകയാ. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, നോമ്പുകാരന് വേണ്ടി. സർവ്വ ശൈത്താന്മാരെയും അള്ളാഹുവിന്റെ മലക്കുകൾ പൂട്ടിയിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. സർവ്വ ശൈത്താന്മാരെയും പൂട്ടൂല്ലേ? പൂട്ടുവോ? എപ്പോ പൂട്ടും? ഇപ്പൊ പൂട്ടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ സർവ്വ മലക്കുകളും ശൈത്താന്മാരെ മുഴുവനും ചങ്ങലയിൽ പൂട്ടൂന്നാ പറഞ്ഞ ഇന്ന്. എന്നാൽ ഈ പള്ളിക്കകത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ കാണാം. അതുകൊണ്ട് ആ റോഡി വായി നോക്കി നിൽക്കുന്ന ഒരുത്തനെ, ഓന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാന്ന് അവനും ഒരു അറിയത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, അള്ളാഹുവിന്റെ മലക്കുകൾ സർവ്വ ശൈത്താന്മാരെയും ചങ്ങലക്കിട്ട് പൂട്ടും. ഈ ഇരിക്കണ എല്ലാവരും തറാവീഹ്സ്കരിക്കുന്നു. ഈ വയല് കേൾക്കാനിരിക്കണ നൂറുകണക്കിന് പേരുണ്ട്. ഈ ഇരിക്കുന്നതിൽ എത്ര പേരാണ് ഈ വയല് കഴിഞ്ഞിട്ട് ആ പള്ളിക്കകത്ത് ഇശാ നിസ്കാരം നടക്കുമ്പോൾ ഇതിലേ ഇറങ്ങി പോണ വായി നോക്കി പോവാൻ അങ്ങോട്ട് ഇരിക്കണ താത്താന്മാര് വയല് കേൾക്കാൻ വന്നിരിക്കുക. സർവ്വ ശൈത്താനെയും അള്ളാഹുവിന്റെ മലക്കുകൾ പൂട്ടി. ഇതിലെത്ര എണ്ണ ഇന്ന് തറാവീഹ് നിസ്കരിക്കും? ഇതിലെത്ര പേര് നിസ്കരിക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഏതാന്ന് ഏത് DNA പരിശോധിച്ചാലും കാണാൻ പറ്റൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓൻ തന്നെ ഒരു ശൈത്താനായി പോയി. അതന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. റമളാൻ മാസം വന്ന നോമ്പ് പിടിക്കണം, ഇതൊന്നും മാത്രമല്ല നമ്മുടെ ചിന്ത. ആഗ്രഹം വേണം മോനെ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ ആഗ്രഹിക്ക്. ആഗ്രഹത്തിനനുസരിച്ചാണ് അള്ളാഹു തൗഫീക്ക് തരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഗ്രഹിക്കണം പഠിച്ചവനെ. ഇത് ആഗ്രഹിക്കേണ്ടത്. എടാ, ആഗ്രഹം ആഗ്രഹിച്ചാലേ പറ്റൂ. ഹജ്ജിന് പോയിട്ടുള്ളവരെന്ന് കൈപൊക്കിക്ക്. അതിന് കാശ് വല്ലതും കൊടുക്കണോ? ഹജ്ജിന് പോയിട്ടുള്ളവരെന്ന് കൈപൊക്കിക്ക്. 5-6 പേര്. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ കൈപൊക്കാത്തവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ പോകാത്തെ?
ഹജ്ജിന് പോകാത്ത ആൾക്കാരുണ്ടല്ലോ ഇവിടെ നിരന്നിരിക്കുന്ന സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടാത്തത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട്? പറഞ്ഞാതി പറ, പൈസ ഇല്ലാഞ്ഞിട്ട്? നിന്റെ വീടിന്റെ മതിൽ കെട്ടിയ പൈസ മതിയായിരുന്നല്ലോ ഹജ്ജിന് പോകാൻ, എന്തേ പോകാത്ത? ഏതാത്തമാരെ അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത് വിറ്റാ പോരെ ഹജ്ജിന് പോകാൻ, എന്തേ പോകാത്ത? പൈസ ഇല്ലാഞ്ഞിട്ട്? ആവശ്യത്തിന് പൈസ ഉണ്ട്, പോകാനുള്ള യോഗമില്ല. കാരണം എന്തെന്നറിയോ? പള്ളിയിലെ ഉസ്താദി ചോദിക്കുന്നു, ഹാജി വാപ്പ പ്രായം കുറെ ആയില്ലേ, ഒന്ന് ഹജ്ജിന് പൊക്കൂടെ, പൈസയൊക്കെ ഇല്ലേ? കുറച്ച് കഴിയട്ടെ ഉസ്താദെ, പള്ളിക്കുടിയിൽ പോകാൻ സമയമാകുമ്പോൾ പോവാം, കുറച്ച് കഴിയട്ടെ ഉസ്താദെ. അല്ല ചെറുപ്പക്കാരാ താല്പര്യക്കണ ചങ്ങാതി, നീ ഹജ്ജിന് പോയിട്ടുണ്ടോ? വലിയ വീടൊക്കെ കെട്ടി, വേണമെങ്കിൽ പൊക്കോ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ല ചോദിക്ക, ചങ്ങായി ഹജ്ജിന് പോകുന്നില്ലേ? ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഹാജിയാര് ജീവിക്കണ പോലെയൊക്കെ ജീവിക്കണം. അതൊക്കെ ഈ വയസ്സാം കാലത്ത് വല്ലതും പോയാൽ പോരെ. ഓൻ കിയാമത്ത് നാൾ വരെ മക്കത്ത് പോകില്ല, ഓൻ കിയാമത്ത് നാൾ വരെ ഹജ്ജിന് പോകില്ല. എന്നാ വാടക വീട്ടിൽ കിടക്കണ ഒരു വാപ്പ ഇവിടെ വല്ലപ്പോഴും ക്ലാസ്സിന് വരുന്നൊരു പാവപ്പെട്ട ഉമ്മയോട് ഉസ്താദ് ചോദിക്കുന്നു, എന്താ ഉമ്മ ആഗ്രഹം? ഹജ്ജിന് പോകണം ഉസ്താദെ. വാടക വീട്ടിലാണ് കിടക്കണേ, വാടക വീട്ടിൽ കിടക്കണ പെങ്ങള് പറയാ, ഉസ്താദെ എനിക്ക് ഉംറയ്ക്ക് പോകണം, എനിക്ക് ഹജ്ജിന് പോകണം. അവരല്ലാഹു അവിടെ എത്തിക്കും. എന്തുകൊണ്ട്? ആഗ്രഹം കൊണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കൊരാഗ്രഹം വേണം. അല്ലാഹുവേ പടച്ചവനെ, റമളാൻ വന്നു, കഴിഞ്ഞ റമളാനില് നോമ്പ് പിടിക്കാൻ പടച്ചവനെ പള്ളിയിൽ തറാവീഹില്ല, ജുമാ നമസ്കാരമില്ല, ഇഅ്തികാഫില്ല, നോമ്പ് തുറയില്ല, ഒന്നുമില്ല, വീടിനകത്തായിരുന്നു പടച്ചവനെ. ഒരു റമളാൻ പോയി റബ്ബേ, ഈ റമളാനെങ്കിലും എനിക്ക് ആ കഴിഞ്ഞ റമളാനിലെ പിഴവുകൾ മുഴുവനും എനിക്കൊന്ന് തിരുത്തണം പടച്ചവനെ. അല്ലാഹുവേ, ആ കഴിഞ്ഞ റമളാനിൽ ഒരു ഖത്തം ഓതി, ഈ റമളാനിന് 2 എണ്ണം ഓതി. ആഗ്രഹമുള്ളവർക്ക് മാത്രമേ കഴിയൂ. പെങ്ങളെ, നിന്നെ കൊണ്ട് 30 നോമ്പും പിടിക്കാമെന്ന് നീ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലേ അല്ലാഹു അതിന് തൗഫീഖ് തരൂ. എന്റെ വാപ്പമാരോട് ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, തൗഫീഖ് തരുന്നത് പടച്ച റബ്ബാ. അത് ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. നിന്റെ ആഗ്രഹം പോലെയാണ് പടച്ച റബ്ബ് നിനക്ക് തരുന്നത്. ഒരു ചരിത്രം പറഞ്ഞു തരാ. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലാഹു ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ആ മനുഷ്യന് തൗഫീഖ് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധമാണ്, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധമാണ്. അങ്ങനെ പടച്ചവനെ, സ്വഹാബികൾ മുഴുവനും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, 2 സ്വഹാബികൾ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാ, വാ സഅദ്, വാ സഅദ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന്റെ തലേ ദിവസം വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് 2 പേരും കൂടെ ഒരു സ്ഥലത്ത് ചെന്നു 2 റക്അത്ത് നമസ്കരിക്കുകയാ. 2 റക്അത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നാളെ നമ്മൾ 2 പേരും ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുകയാണ്. എന്താണോ വേണ്ടത്, എന്താണോ ആഗ്രഹമുള്ളത്, അത് 2 പേർക്കും നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അവിടെ നിന്ന് സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് പറയുകയാണ്, നീ ഒന്നാമത് ദുആ ചെയ്യ. നിനക്ക് എന്താണോ വേണ്ടത് ഇവിടെ ഇരുന്നു കൊണ്ട് നീ ദുആ ചെയ്യൂ. കൂട്ടുകാരനായ ഞാൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. അത് കഴിഞ്ഞ് ഞാൻ ദുആ ചെയ്യാ, നീ എനിക്ക് വേണ്ടി ആമീൻ പറയൂ. പടച്ചവനെ, ആരും കാണാതെ പാതിരാത്രി 2 പേരും നിസ്കരിച്ചിട്ട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുന്നു, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. പടച്ചവനെ, എന്നെക്കാളും ആരോഗ്യവാനായ, എന്നെക്കാളും യോദ്ധാവായ, എന്നെക്കാളും ആയുധം ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. ഒരു നല്ല ശത്രുവിനെ എനിക്ക് തരണേ തമ്പുരാന്. പടച്ചവനെ, എനിക്കവനെ പരാജയപ്പെടുത്തണമല്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. എനിക്കവനെ പരാജയപ്പെടുത്തിയിട്ട് അവനെ വധിച്ചിട്ട്, ആ ഇസ്ലാമിന്റെ ശത്രുവിനെ വധിച്ചിട്ട് എനിക്ക് ജീവനോടെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണമല്ല.
അതിനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്നു കൊണ്ട് ഓതുകയാണ്, അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു ആമീൻ. എന്റെ കൂട്ടുകാരന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ ദുആ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത് ദുആ ചെയ്യാൻ പോകുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ. എന്തേ ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹ്, ഞാൻ നാളെ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ, എന്നെക്കാളും ശക്തിയുള്ള പടച്ചവരെ ഒരു എതിരാളി എനിക്ക് നീ തരണേ അല്ലാ. എന്തേ ദുആ ചെയ്തതെന്നറിയുമോ? പടച്ചവനെ, എന്നെക്കാളും ആരോഗ്യവാനായ, യോദ്ധാവായ, ആയുധങ്ങളുള്ള പടച്ചവനെ, കഠിന ഹൃദയമുള്ള, കരുണയില്ലാത്തവൻ, ദയയില്ലാത്തവൻ, പടച്ചവനെ കാരുണ്യമില്ലാത്തവൻ, അങ്ങനെയുള്ള ഒരു ക്രൂരനായ എതിരാളിയെ നീ എനിക്ക് തരണേ അല്ലാ. അവൻ എന്റെ കൈവെട്ടി മുറിക്കണം പടച്ചവര്, എന്റെ കാല് വെട്ടി മുറിക്കണം പടച്ചവര്, എന്റെ ശരീരം മുഴുവനും അവൻ തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണം അല്ലാ. എന്റെ മൂക്കും ചെവിയും അവന് മുറിച്ചെടുക്കണം അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ജീവനോടെ തിരിച്ചു വരണമെന്നല്ല, അവൻ എന്റെ കൈവെട്ടി മുറിക്കണം, അവൻ എന്റെ കാല് വെട്ടി മുറിക്കണം, എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം. എന്നിട്ടോ എന്റെ മൂക്കും ചെവിയും മുറിച്ചെടുത്തിട്ട് കെട്ടി തൂക്കിയിടുന്ന ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. ഇനി ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്ന് ഷഹീദാകണമല്ലാ. പടച്ചവനെ, കണ്ണ് തള്ളുകയാണ്, സഅദ് തങ്ങളുടെ കണ്ണ് തള്ളുകയാണ്. എന്തൊരു ദുആയാ അല്ലാഹ്, എന്തൊരു ദുആയാ അല്ലാഹ്. പടച്ചവനെ, അവിടുന്ന് ദുആ ചെയ്തു. രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തതുപോലെ ഒരു എതിരാളിയെ കിട്ടി. വല്ലാത്ത ആരോഗ്യവാനാണ് പടച്ചവനെ. അതാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്നെക്കാലം യോദ്ധാവായ, ആരോഗ്യവാനായ ആ ശത്രുവിനെ അവിടുന്ന് പരാജയപ്പെടുത്തുകയാ. അവിടുന്ന് അവനെ വധിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുവിനെ വധിക്കുകയാണ് പടച്ചവനെ. അതാ വൈകുന്നേര സമയമാവുകയാ. അസറിന്റെ സമയമെത്തിയപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാ. പടച്ചവനെ, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഞാൻ ചോദിച്ചത് പടച്ച റബ്ബ് എനിക്ക് തന്നല്ലോ. എന്റെ കൂട്ടുകാരന്റെ കാര്യമെന്തായി? എന്റെ കൂട്ടുകാരന്റെ കാര്യമെന്തായി? അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടുകയാണ് പടച്ചവനെ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടി ചെല്ലുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചെന്ന് നോക്കുമ്പോ കൈ രണ്ടും വെട്ടിമുറിച്ചിട്ടുണ്ടടാ ചെറുപ്പക്കാരാ. അവിടെ ആഗ്രഹിച്ചതുപോലെ, അല്ലാഹുവിനോട് ചോദിച്ചതുപോലെ രണ്ട് കൈയും വെട്ടിമുറിച്ചിട്ടുണ്ട്. രണ്ട് കാലും പടച്ചവനെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ശരീരം മുഴുവനും തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാ. അതുമാത്രമല്ല, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടെ മൂക്ക് കാണുന്നില്ല, ചെവി കാണുന്നില്ല. തെരയുമ്പോ നൂലിലിങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. അവിടത്തെ ചെവിയും അവിടത്തെ മൂക്കും മുറിച്ചിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറയുകയാ, അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു എന്നോട് ചോദിക്കുന്നു, ജഹ്ശേ, നിന്റെ മൂക്കെവിടെ? നിന്റെ ചെവിയെവിടെ? നിന്റെ കൈയെവിടെ? നിന്റെ കാലെവിടെ? അല്ലാഹ്, നിന്റെ ദീനിന് വേണ്ടി കൊടു
കൊടുത്തുറപ്പേ എനിക്ക് പറയാൻ കഴിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചത് പടച്ചറപ്പ് കൊടുക്കുകയാ. ഉഹദിന്റെ രണാകണത്തിൽ കിടന്ന് ഷഹീദാവുകയാണ്. ഉഹദിന്റെ രണാകണത്തിൽ കിടന്ന് ഷഹീദാവുകയാണ്. അവിടുന്ന് ചരിത്രം പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയുമോ? രണ്ടുപേരും ഒരു യുദ്ധത്തിലാണ് പങ്കെടുത്തത്. രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ദുആ ചെയ്തത്. പക്ഷേ പടച്ചറപ്പ് രണ്ടുപേരും എന്താഗ്രഹിച്ചോ? എന്താണോ ആഗ്രഹിച്ചത് അത് രണ്ടുപേർക്കും അള്ളാഹു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, റമളാൻ മാസം കടന്നു വരുമ്പോൾ വെറുതെ 20 റക്അത്ത് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഇതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് അതേ കിട്ടത്തുള്ളൂ. അല്ലല്ലാ, എനിക്ക് നിസ്കരിക്കണം, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണം, എനിക്ക് തറാവീഹ് നിസ്കരിക്കണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, എനിക്ക് ളുഹാ നിസ്കരിക്കണം, എനിക്ക് തസ്ബീഹ് നിസ്കരിക്കണം, ഓരോ ഫർളിന്റെയും ശേഷവും മുമ്പുമുള്ള സുന്നത്തുകൾ മുഴുവനും എനിക്ക് നിസ്കരിക്കണം, എനിക്ക് ഖുർആൻ 2 അല്ല 3 ഖത്തം ഓതണം, എനിക്ക് റബ്ബേ ഒരുപാട് സദഖ കൊടുക്കണം, റമളാനിന്റെ അവസാനത്തെ 10 ദിവസവും ഇഅ്തികാഫിരിക്കണം, എനിക്ക് നന്മകൾ ചെയ്ത് തൗബകൾ ചെയ്ത് ദിക്റുകൾ പറഞ്ഞ് അല്ലാഹുവേ എനിക്ക് നിന്നിലേക്ക് അടുക്കണം എന്നാരാഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നവൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ആഗ്രഹമെന്തോ ആ ആഗ്രഹമേ അല്ലാഹു സാധിപ്പിച്ചു തരൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹം എന്താ? വല്ലുഹാ മുതൽ താഴെ ഓതുന്ന പള്ളി ഏതാണ്? അവിടെ പോകാം. തറാവീഹ് ഏറ്റവും എളുപ്പത്തിൽ തീരുന്ന പള്ളി ഏത്? അവിടെ പോകാം. ഖത്തമുണ്ടോ? അവിടെ പോകണ്ട. അളിയ, ഏത് പള്ളിയിലാണ് 9:15 തീരുന്നത്, 9:30 തീരുന്നത്? ഇവിടെ ആ പള്ളിയിൽ 10 മണിക്കാണ് തീരുന്നത്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകണ്ട. നമ്മുടെ തീരുമാനം അതാ, നമ്മുടെ തീരുമാനം. പെണ്ണുങ്ങൾ പറയുക, പടച്ചവനെ നാളെ നോമ്പ, സുബഹി കഴിഞ്ഞ ഉടനെ കയറി ഒരൊറ്റ ഉറക്കം ഉറങ്ങണം 12 മണി വരെ, പിന്നെ എഴുന്നേറ്റ് കുളിച്ചു ദുഹർ നിസ്കരിക്കണം. ക്ഷീണം മാറാൻ. വെയിലൊക്കെ അല്ലേ, വലിയ ചൂടല്ലേ, വലിയ വെയിലല്ലേ, അപ്പൊ വല്ലാത്ത ദാഹമല്ലേ, ഉറങ്ങി അങ്ങ് തീർക്കാം. അപ്പൊ പിന്നെ പരീക്ഷ ഒന്നുമില്ലല്ലോ, സ്കൂളൊന്നുമില്ലല്ലോ, അല്ലേ മക്കളെ? നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം. നിനക്ക് ആഗ്രഹത്തിനനുസരിച്ച് അള്ളാഹു തൗഫീഖ് തരൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. 11 മാസം അടിച്ചു പൊളിച്ച് നടന്നില്ലേ, 1 മാസം അള്ളാഹിക്ക് വേണ്ടി മാറ്റിവേ. 11 മാസം തിന്നും കുടിച്ചും സുഖിച്ചും നടന്നില്ലേ, ആസ്വദിച്ചുകൊണ്ട് എത്ര നേരം അതിനാണ് പഠിച്ചവന് 5-6 നേരം. പിന്നെ ഇപ്പത്തെ നോമ്പൊന്നും പറയാതിരിക്കലാ നല്ലത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കും. എന്നിട്ട് ആ പട്ടിണി ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്ന കണ്ട പ്രതികാരം ചെയ്യുന്ന പോലെ. എന്താ തീറ്റിന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്ന് പഠിച്ചവന്. എന്നിട്ട് സാധാരണ പണ്ട് റമളാൻ മാസം കഴിയുമ്പോൾ തടി കുറയും, ഇപ്പൊ റമളാൻ കഴിയുമ്പോൾ തടി കൂടുവാ. കാരണം എന്തേ? പടച്ചവനെ, നോമ്പ് തുറക്കുമ്പോൾ വസ്വാസ ഏതെടുക്കണം പടച്ചവനെ? പൊരിച്ചതിരിക്കുന്ന, ചുട്ടതിരിക്കുന്ന, കരിച്ചതിരിക്കണം. നോമ്പ് തുറക്കണ സമയത്ത് തന്നെ ഡൈനിങ് ടേബിൾ നിറഞ്ഞു. അതങ്ങോട്ട് തിന്നിട്ട് ഏമ്പക്കവും വിട്ടുകൊണ്ട് അങ്ങോട്ട് കയറി മഗ്രിബ് അങ്ങോട്ട് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അടുത്തത്. അൽഹംദുലില്ലാഹ് പടച്ചവനെ നരച്ചിക്ക്. അങ്ങനെ അതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് എങ്ങനെങ്കിലും വെട്ടുപോത്ത് കിടക്കണ പോലെ ഒന്ന് ചാരി എവിടെങ്കിലും കിടക്കും. കടന്നിട്ട് ആശായ്ക്ക് വാങ്ക് വിളിച്ച് എങ്ങനെയെങ്കിലൊക്കെ എഴുന്നേറ്റ് പള്ളിയിൽ വന്നിട്ട് 20 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. വീണ്ടും വീട്ടിൽ പോയിട്ട് അടുത്തത്. അതും തിന്നു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് കിടക്കും. പടച്ചവനെ അടുത്തങ്ങോട്ട് എഴുന്നേറ്റിട്ട് രാവിലെ ഒരു തീറ്റി. നരച്ചിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നോമ്പ് ഇങ്ങനെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മകൾ അധികമായിട്ട് ചെയ്യും, നന്മകൾ അധികമായിട്ട് ചെയ്യ്. പരിശുദ്ധമായ റമളാൻ മാസം എന്തേ പ്രത്യേകത? എന്തേ? റമളാൻ മാസത്തെ അല്ലാഹു ആദരിച്ച മാസമാ. കളിക്കല്ലടാ ചെറുപ്പക്കാരാ, ഈ മാസം അല്ലാഹു ആദരിച്ച മാസമാ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ച ബഹുമാനിച്ച മാസം. സാധാരണ മാസമല്ല ഈ മാസം. ഈ മാസത്തിന് അല്ലാഹു ആദരിച്ചു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 കിതാബുകളുണ്ട് ഇല്ലേ? 4 ഗ്രന്ഥങ്ങളില്ലേ? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, വിശുദ്ധ ഖുർആൻ. 4 ഗ്രന്ഥങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് അല്ലാഹു കൊടുത്തത് റമളാനിന് 1-നായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്.
ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസം. റമളാൻ 1-ലാണ്. റമളാനിന്റെ 1-ാമത്തെ ദിവസമാണ് തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അള്ളാഹു കൊടുത്തത്. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൗറാത്ത്, മൂസാ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബൂർ, ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബ് അള്ളാഹു കൊടുത്തത് റമളാൻ 11-ാം രാവിലെ. 11-ാം രാവിലെ സബൂർ എന്ന് പറയുന്ന കിതാബ് കൊടുത്തത് റമളാൻ 17-ാം രാവിലെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പള്ളിക്കകത്തിരിക്കുന്ന ഖുർആൻ ഇറങ്ങിയ മാസമേതാ? റമളാൻ. അവസാനം 4 കിതാബുകൾ ഇറക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ച മാസം റമളാൻ മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാ. നിങ്ങളെ ഖുർആൻ എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. പഠിച്ചവനെ, വീടിന്റെ അകത്തും പള്ളിക്കകത്തും പൊടിയടിച്ചിരിക്കുകയാണ്. അതൊന്നെടുക്കു പെങ്ങള്. ഖുർആനിന്റെ മഹത്വം അറിയാത്തവളെ പോലെ നടക്കല്ലേ. എന്തേ നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷമില്ലാത്തത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് പഠിച്ചവനെ നിനക്ക് കിട്ടിയാൽ തികയാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നമുക്കറിയാനട്ടാ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പടച്ചവനെ അത് ഓതുന്ന മനുഷ്യന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റമളാനിന്റെ 1-ാമത്തെ രാത്രിയില് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. റമളാനിന്റെ 1-ാമത്തെ രാവിലെ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോ അലിയാര് തങ്ങൾ നോക്കുന്നു, ആരാ അല്ലാഹ്, ആരാണ് ഖുർആൻ ഓതുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. റമളാനിന്റെ 1-ാമത്തെ രാവിലെ ആ രംഗം കണ്ടപ്പോ അലിയാര് തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് നിന്റെ പള്ളി അലങ്കരിച്ചതുപോലെ, അല്ലാഹുവേ പടച്ചവനെ നിന്റെ പള്ളി അലങ്കരിച്ചതുപോലെ ഉമറിന്റെ ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണേ അല്ലാഹ് എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ ഈ നാട്ടുകാരോട് പറയുകയാ, പള്ളി അലങ്കരിക്കേണ്ടത് ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടല്ല, മനോഹരമായ ലക്ഷങ്ങളുടെ ലൈറ്റ് പള്ളിക്കകത്തിട്ടിട്ടല്ല, AC വെച്ചിട്ടല്ല. പടച്ചവനെ പിന്നെ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടതെന്നറിയുമോ? ഈ പള്ളിയുടെ ഏതോ ഒരു സൈഡിൽ അലമാരിക്കകത്ത് കഴിഞ്ഞ റമളാനിൽ വെച്ചിരിക്കുന്ന ആ ഖുർആൻ അതുപോലെ ഇരിക്കുന്നുണ്ട് മോനെ. അതെടുത്തു വെച്ച് ഓതടാ, അതെടുത്തു വെച്ച് പാരായണം ചെയ്യൂ. അല്ലാഹുവിന്റെ പള്ളി പ്രകാശിപ്പിക്കൂ, അല്ലാഹുവിന്റെ പള്ളി അലങ്കരിക്കൂ. പെങ്ങളെ, ടിവിയുടെ അടിയിൽ കിടക്കുന്നുണ്ട് ഖുർആൻ, തട്ടുംപുറത്ത് കിടക്കുന്നുണ്ട്, അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുന്ന ഖുർആൻ എടുത്തിട്ടൊന്ന് തുടയ്ക്കുമ്മ, എന്നിട്ട് ഓതാൻ തുടങ്ങിക്കോ. നിന്റെ വീട് പ്രകാശിപ്പിക്കോ. നീ പറയുന്നല്ല ഉസ്താദേ സമാധാനമില്ല, എത്ര കിട്ടിയാലും തികയുന്നില്ല, ജീവിതം കണ്ണീരിലാണ്, ജീവിതം കണ്ണീരിലാണ്, എന്തോ ശാപം കിട്ടിയതുപോലെ നമ്മൾ അലയുകയാ, ഗതിയില്ലാത്ത പ്രേതം അലയുന്നത് പോലെ. പടച്ചവരെ, ലക്ഷങ്ങൾ കൊടുത്ത് വീട് പണിതിട്ട് അതിനകത്ത് കിടന്ന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന മുസ്ലിമേ, അതിന്റെ കാരണം എന്തെന്നറിയുമോ? നീ പറയുന്നത് സത്യമാണ്. ലക്ഷങ്ങൾ
കൊടുത്ത് വീട് കെട്ടിയിട്ട് സമാധാനമില്ല, സന്തോഷമില്ല, എന്നിട്ട് പറയുക ശാപം കിട്ടി ഉസ്താദേ, പ്രാക്ക് കിട്ടി ഉസ്താദേ, സമാധാനമില്ല ഉസ്താദേ. നീ പറഞ്ഞത് സത്യമാ, നാട്ടുകാരുടെ ശാപമല്ല, നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന ഖുർആനിന്റെ ശാപം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൗദി അറേബ്യ പോയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിരത്തി 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 നിരത്തി. എന്താ കാഴ്ച ബംഗ്ലാവാ? വീടിന്റെ അലമാരിക്കകത്ത് കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. തുറക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? വീടിന്റെ അലമാരിയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഖുർആൻ, അത് നിന്നെ ഇനിയൊന്ന് തുറക്കാറുണ്ടോ ഉമ്മ? അതിങ്ങനെ ശപിക്കാൻ നിന്നെ അല്ലാ തൊടുന്നു പോലും ഇല്ല പടച്ചവനെ. ഈ പൊടിയെങ്കിലും, അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയെങ്കിലും ഒന്ന് തുടയ്ക്കാൻ പടച്ചവനെ നിങ്ങൾ ആലോചിക്കേ. പല വീടുകളിലും പോകുമ്പോ ഖുർആനിന്റെ ആ മുകളിലുള്ളതിന് എന്താ പറയാ? ഇവിടെ ഈ ഖുർആനിന്റെ ഏറ്റവും മുകളിലൊരു ചട്ടയുണ്ടല്ലോ, എന്താ പറയാ? അങ്ങനെ ചട്ട എന്ന് പറഞ്ഞാൽ അറിയോ? വീട്ടിൽ പോയി നോക്ക് ഖുർആൻ ഉണ്ടോന്ന്. നിന്റെ വീട്ടിലിരിക്കുന്ന ഖുർആനിന് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ചട്ടയുണ്ടല്ലോ, ആ മുകളിലത്തെ പേപ്പർ ഇല്ല, അലമാരിയുടെ മൂടി ഇട്ടിരിക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹു പഠിച്ചവരെന്ന് ആലോചിക്ക്. എന്നിട്ട് നിനക്ക് ബറക്കത്തില്ല ഇല്ലേ? അറിയോ ഖുർആൻ എന്താന്ന്? ഖുർആൻ എന്താണെന്നറിയോ? ഖുർആനിന്റെ മഹത്വം അറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ റഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഞാനും നിങ്ങളും കളിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, നിസാരമായി കള്ളുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയതെങ്കിൽ പേടിച്ച് അത് ധൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് നൽകേണ്ട മഹത്വവും പവിത്രതയും നമ്മൾ നൽകാറില്ല. കളി. ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ, ഒളുവില്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റുമോ? ഒളുവില്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ആർക്കാ എടുക്കാൻ പറ്റുക? കുട്ടികൾക്കില്ലേ? അല്ലേ? കുട്ടികൾക്കല്ലേ ഖുർആൻ എടുക്കാൻ പറ്റും? ഒളുവില്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റൂലേ? എന്താ അമീനാത്ത എടുക്കാൻ പറ്റൂലേ? എപ്പോഴും പഠിക്കുന്നതിന് വേണ്ടി അല്ലേ? എന്തിനാണ് പഠിക്കുന്നത്? ഉസ്താദ് വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ പോയി, ആമിന ഖുർആൻ ഇട്. ആമിനായിക്ക് ഒന്നുമില്ല, ഉടനെ മോനെ വിളിച്ചിട്ട് പറയണ്ട ഖുർആൻ എടുത്തോണ്ട് കൊടു. പെണ്ണുങ്ങൾ പറയാറുണ്ട്, വീട്ടിൽ ചെന്നിട്ട് പടച്ചവനെ ഖുർആൻ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉമ്മായിക്ക് ഒന്നുമില്ല, പാപ്പായ്ക്ക് ഒന്നുമില്ല. ഉസ്താദ് ഖുർആൻ ചോദിക്കുന്നുണ്ടാ, ഓ എടുത്തോണ്ട് വേണ്ട ഖുർആൻ. ആരോട്? മോനോട്. എടുക്കാൻ പാടുണ്ടോ? എന്തേ പൊന്നെ, ഓ എടുക്കാൻ പാടുണ്ടോ? എന്തേ? നിന്റെ മക്കളോട് എന്തേ പറഞ്ഞത്? ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എടുക്കാന്നാ പറഞ്ഞത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എടുക്കാം. മദ്രസയിൽ വരുമ്പോൾ ഒന്നുമില്ല, ഖുർആൻ കൊണ്ടുവന്ന് പഠിക്കാം, കുഴപ്പമില്ല. പക്ഷെ നിനക്ക് ഓതുന്നതിന് വേണ്ടി നീ ഒന്നുമില്ലാത്തത് കാരണം ഈ ഒന്നുമില്ലാത്ത മക്കളെ കൊണ്ട് എടുപ്പിക്കുന്നത് നിനക്ക് ഓതാനല്ലേ? എടുക്കാൻ പാടുണ്ടോ? പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ഖുർആൻ. അതാ ഖുർആൻ. മക്കളെ കൊണ്ട് പോലും അവര് പഠിക്കാനാണെങ്കിൽ എടുക്കാം. നിന്റെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഖുർആൻ എടുക്കാം. മറ്റൊരുത്തന് എടുത്തു കൊടുക്കണമെങ്കിൽ ഒതുവെടുക്കണം. അതാ മനസ്സിലാക്കേണ്ടത്. നീ തമാശ നീ കൊടുക്കണമെങ്കിൽ നീ പോയി ഒതുവെടുത്തിട്ടെടുക്ക്. ഖുർആനുമായിട്ടൊരു 10 സൂറത്ത് അറിയോ? ഖുർആനിലെ ഒരു 10 സൂറത്ത് ഓതാൻ അറിയോ? അതെങ്ങനെ? യൂട്യൂബിലെ വൈറലായ പാട്ടി വെച്ച് ആമിനെ ചാടി എഴുതിയിട്ട് ഇന്ന് പാടും. ഖുർആൻ നേരെ ഓതാൻ എത്ര സൂറത്തുകൾ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ചിലരൊക്കെ ഖുർആൻ ഓതുന്നത് കണ്ട പടച്ചവനെ അമ്പലത്തിൽ രാമായണം വായിക്കുന്ന പോലെ എന്താപ്പാ എന്ന് വായിച്ചു വയ്ക്കില്ലേ? എന്തൊക്കെ കഷ്ടപ്പാടെന്നറിയ. എന്തോ ഒരു മുള്ളു വലി വൈദ്യൊക്കെ ഇങ്ങനെ ഇടുന്ന പോലെ വല്ലാത്ത ഓതരും വല്ലാത്ത തപ്പിപ്പറക്ക ഇങ്ങനെ ഇങ്ങനെ തപ്പ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ ഇറങ്ങിയ മാസം, ഈ മാസം ഒരു ഖത്തമെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന സർവ്വരും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഈ പരിശുദ്ധമായ റമളാനിൽ ഇൻഷാ അല്ലാഹ്
എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ ഒരു ഖത്തം ഞാൻ ഓതും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൈ പൊക്കുന്നവരൊക്കെ ഒന്ന് പൊക്കിക്കേ. ആമിനെ പൊക്കൂല. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാൻ നിനക്കുള്ള പ്രതിഫലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പലരും കൈ പൊക്കിയില്ല. അവര് ചോദിക്കുന്നു, ഉസ്താദ്, അവര് ചോദിക്കുക, ഉസ്താദ് ഓതാൻ അറിയത്തില്ലല്ലോ. നിന്റെ അടുത്ത് ഓതാൻ ആര് പറഞ്ഞു? ഖുർആൻ എടുത്ത് നോക്കിയാലും പ്രതിഫലം കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങളിൽ നോക്കിയാൽ പ്രതിഫലം. ഇബാദത്തിന്റെ കൂലി നോക്കിയാ മതി 3 എണ്ണം. 1, ഖുർആൻ എടുത്ത് വെച്ചിട്ട് നോക്ക്, നീ ഓതണ്ട. ഖുർആൻ എടുത്ത് വെച്ചിട്ട് നീ നോക്ക്. നിനക്ക് ഓതാൻ അറിയത്തില്ല, നോക്കിക്കോ. ഇബാദത്തിന്റെ കൂലി അള്ളാഹു തരും. കണ്ണാടി വെച്ചടക്കണ കാക്കാമാരുണ്ടല്ലോ. ഉസ്താദെ മോനിന് കണ്ണിന് കാഴ്ചയില്ല, ഉസ്താദെ ഉമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല. ഉമ്മ ഖുർആൻ നോക്കുമ്മ, ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാ കണ്ണിന്റെ കാഴ്ച അടിച്ചു പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ പഠിച്ചവനെ കണ്ണിന് ഓപ്പറേഷൻ. ചെറിയ കുട്ടികൾക്കൊന്നും കണ്ണിന് കാഴ്ച ശക്തിയില്ല, വലിയ പ്രയാസം. എന്തേ കാണുന്നേ? കൊച്ചി ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ. 1 മിനിറ്റ് തിന്നുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും അപ്പം തന്നെ തിന്നുമ്പോഴും. പ്രായമുള്ളവരുടെ കാര്യം പോകട്ടെ, ചെറിയ കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, ഗ്ലാസ് വെക്കുന്നു. എന്തുകൊണ്ട്? അവൻ ബാത്റൂമിൽ ഇരുന്നാ കളിക്കുന്നത്. മറ്റേ യൂറോപ്പിന്റെ മുകളിൽ ഇരുന്നിട്ട് കളിക്കുക, ഗെയിം കളിക്കുക. അപ്പൊ വലിയ ടാബ്. പഠിച്ചവനെ ഞാൻ ഈ അടുത്തൊരു കുട്ടിയെ കണ്ടു. പഠിച്ചു, ഞാൻ നോക്കുമ്പോൾ എറിയുക ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്താ സ്ലേറ്റ് വല്ലതായിരിക്കും, സ്ലേറ്റിൽ വല്ലതും വരച്ച് കളിക്കുമായിരിക്കും. പോയി നോക്കുമ്പോ ഗെയിം കളിക്കുക, അത്രയും വലിയ ടാബില്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ നോക്ക്, ഓതിയില്ലെങ്കിലും ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഉമ്മാടെ മുഖത്ത് പോയി നോക്ക്. ഉമ്മാടെ മുഖത്ത് നോക്ക്, ഇബാദത്തിന്റെ കൂലി. എവിടെ നോക്കാൻ? ഞാൻ പറയുന്നു, റമദാനിന്റെ 1ാമത്തെ രാത്രിയാ. ഇരിക്കണ ഓരോ സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളെ നാളെ നിങ്ങൾ പോയി കാണണം. എന്തേ കാരണമെന്നറിയുമോ? ആദ്യമായിട്ട് നിന്നെ കുളിപ്പിച്ച് ഒരുക്കി പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ വിട്ടത് നിന്റെ ഉമ്മയാ. ചെറിയ പ്രായത്തിൽ നോമ്പ് പിടിക്കാൻ നിന്നെ പഠിപ്പിച്ചു. വെള്ളം ദാഹിച്ചപ്പോൾ ഉമ്മ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, വേണ്ട മോനെ നോമ്പാണെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നിന്നെ താലൂലിച്ച നിന്റെ ഉമ്മ, ആ ഉമ്മയെ നീ നാളെ പോയി നോക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്കൊരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്യ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കണം. ഒരു ഖത്തമെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ 30 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ഖത്തം ഓതുമെന്ന് തീരുമാനിക്കുന്നവർ കൈബൊക്ക്, പ്രതിഫലം പറഞ്ഞ് ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൊക്കിക്കോ, ആഗ്രഹത്തിനാ പ്രതിഫലം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നൽകുമാറാകട്ടെ. 9 മണിയായി. എന്ത് വേണം? 9:30 വരെ ഇരിക്കുവോ? ഈ കൈ പൊക്കിയവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇരിക്കുവോ? കൈ പൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. 3 സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم.